ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പൂജ ചെയ്യാൻ വേണ്ടി നിധി അമ്പലത്തിലോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ നിർമ്മലയും പാറുവും പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നിർമ്മല വന്നിട്ട് പറയാണ്, നിധി ഒന്ന് നീ അവിടെ നിന്ന് ഈ മുല്ലപ്പൂ നിൻ്റെ തലയിൽ ചൂടട്ടെ എന്ന് പറയുമ്പോൾ ഇത് എവിടുന്ന അതേ പൂജാമുറിയിലുള്ള ദൈവങ്ങളുടെ മുകളിൽ തൂക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അയ്യോ അത് വേണ്ട എന്ന് പറയുമ്പോൾ പാറു പറയണത് അത് തൂക്കിയിട്ടില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ മോൾ അത് വെച്ചോളൂ എന്ന് പറയണ കേട്ടോ. അങ്ങനെ ആ പൂവ് ഇങ്ങനെ തലയിൽ വെച്ചതിന് ശേഷം താൻ തൻ്റെ ബൈക്ക് എടുത്തിട്ട് അവിടെ നിന്നും പോവാണ് കേട്ടോ. ഇതേ സമയം അവർ യാത്രയാക്കുന്നുണ്ട്, ഫ്ലൈയിങ് കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട് പാറു കേട്ടോ. പിന്നീട് പാറു ഇങ്ങനെ നിർമ്മലയെ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ്. അത്ര വലിയ സ്നേഹമൊന്നും നീ എന്നോട് കാണിക്കേണ്ട എന്ന ഭാവത്തിൽ അങ്ങ് തുറിച്ച് നോക്കിയിട്ട് അകത്തോട്ട് കയറി പോവാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ ഗൗതമിനെയാണ് കാണിക്കുന്നത്. ഗൗതമിൻ്റെ ഫോൺ കോൾ വരികയാണ്. അപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ മുന്നിൽ നിന്നിട്ടാണ് ഗൗതം വിളിക്കുന്നത്. അപ്പോൾ പാറുവിനാണ് വിളിക്കുന്നത്. പാറു, ഇന്ന് നീ ഒരു സദ്യ ഒരുക്കണം. അത് കേട്ടോടെ തന്നെ അതെന്തിനാ സദ്യ, ഇന്ന് ഞാനും നിധിയും കണ്ടുമുട്ടിയ ദിവസമല്ലേ, അതിനെന്താ ഒരു സദ്യയിൽ തന്നെ ആവട്ടെ, ഞങ്ങൾ കണ്ടുമുട്ടിയ ദിവസത്തിൽ നിന്ന് എല്ലാ കറികളോടും കൂടി ഒരു സദ്യ വേണം എന്ന് പറയുമ്പോൾ ശരി മോനെ നിൻ്റെ ആഗ്രഹം അങ്ങനെ ആവട്ടെ, അതിന് നിധി ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ നിധി അമ്പലത്തിൽ പോയതാണ്, അവൾ തന്നെയാണ് എന്നോട് ഇത് വിളിച്ച് പറഞ്ഞതെന്ന് പറയുന്നേട്ടാ. ശരി മോനെ, നീ ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്കും പപ്പടം ഒക്കെ വെച്ചിട്ട് ഞാനൊരു സദ്യ ഒരുക്കുക എന്ന് പറയുന്നത്. പിന്നീട് കിച്ചണിൽ ചെന്ന പാറു കാണുന്ന കാഴ്ച അവിടെ നിർമ്മല കാര്യമായി തന്നെ എന്തൊക്കെയോ വിഭവങ്ങൾ ഒരുക്കുന്നതായിരിക്കൂട്ടോ. കുറേ ഗ്യാസുമേ ഒരു വിഭവങ്ങൾ വെച്ചിട്ടുണ്ടാവും. അത് കണ്ട ഉടനെ തന്നെ പാറു ചോദിക്കും, ഇന്നെന്താ ഇവിടെ വിശേഷം, ഇന്നെന്തിനാ നീ ഇത്രയും പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യുന്നത്, എന്താ ഗ്യാസ് സ്റ്റൗവിലൊക്കെ എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ ഉടനെ തന്നെ പറയണേ, അതെ ഇന്ന് നിധിയുടെയും ഗൗതമിൻ്റെയും കണ്ടുമുട്ടിയ ആ ദിവസമല്ല, ഇന്ന് സദ്യ ഒരുക്കണം എന്ന് എനിക്ക് തോന്നിയെന്ന് പറയുന്നത്. ഇതെങ്ങനെ നീ അറിഞ്ഞു, എന്നോട് നിധി വിളിച്ച് പറഞ്ഞതാണ്, അത് പ്രകാരം ഞാൻ ചെയ്യുന്നതാണെന്ന് പറയണേട്ടാ. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ പാറു പറയണേ, എൻ്റെ മകനും എൻ്റെ മരുമകൾക്കും ഒരുക്കാൻ എനിക്കറിയാം, എൻ്റെ മകനാണ് ഇക്കാര്യം എന്നോട് വിളിച്ച് പറഞ്ഞത്, അതുകൊണ്ട് എൻ്റെ മകനുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം, നീ ഉണ്ടാക്കണ്ട, നീ മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടണം കേട്ടോ. അങ്ങനെ ഈ സമയം നിർമ്മല മാറി നിൽക്കുന്നുണ്ട്. പിന്നീടാണെങ്കിലോ ഗൗതം ഫോൺ വെച്ചതിന് ശേഷം താൻ കാണുന്ന കാഴ്ച വസുന്ധര വാലിനെ തീപിടിച്ചതുപോലെ അങ്ങോട്ട് ഓടുന്നതാണ് കേട്ടോ. ഈ സമയം അമ്മ എന്താ ഈ മാളിൽ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, വല്ല നൂലാമാല കേസുമായി നടക്കുകയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഗൗതം കുറച്ചും കൂടി മുന്നിലോട്ട് പോകുമ്പോൾ ഇപ്പുറത്താണെങ്കിലോ ജ്യോതിയും അതുപോലെയുള്ള ഓട്ടമാണ് കേട്ടോ ഓടുന്നത്. ഓടുന്ന ആ ഒരു സീനാണ്. പിന്നീട് ഗൗതം ഇവരുടെ പിറകെ പോകുമ്പോൾ വസുന്ധരയും ജ്യോതിയും കൂടി ഒരുമിച്ച് ഒരു കാറിൽ കയറി പോകുന്നതായിരിക്കും കേട്ടോ. ഇത് കാണുന്നതിനോടുകൂടി എന്തോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടമാണല്ലോ, എന്തോ ദുരൂഹത തോന്നുന്നു ഇവരുടെ പോക്ക് കാണുമ്പോൾ. എന്തായാലും എന്തെങ്കിലും ആവട്ടെ, ഞാൻ എൻ്റെ നിധിക്ക് സമ്മാനം വാങ്ങട്ടെ എന്ന് കരുതി തന്നെ ഉള്ളിലോട്ട് കയറി പോകുന്നു. അവരാണെങ്കിലോ കാർ എടുത്ത് പോകുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ തോക്കുമായി മുഖംമൂടി വെച്ചിട്ട് ആരോ ഒരാൾ അടുക്കളയിലോട്ട് കയറി വരികയാണ്, ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഈ സമയം പാറവും നിർമ്മല അടുക്കളയിൽ തകൃതിയായി തന്നെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗണ്ണ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഉടൻ തന്നെ രണ്ടാളും ഹാൻസം കൈ പൊക്കൂ എന്നൊക്കെ ഇങ്ങനെയുള്ള ആ വാക്കുകൾ കേൾക്കുമ്പോൾ പാറു പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. പാറുവിൻ്റെ ആ ചിരി കാണുമ്പോൾ നിർമ്മല ഒന്ന് അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. തോക്കുമായി ഹാൻസം എന്നൊക്കെ പറയുന്ന സമയത്ത് പാറു ചിരിക്കുന്നത് കാണുമ്പോൾ ഇതെന്താ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ വീണ്ടും അത് ഉച്ചരിക്കുമ്പോൾ നീ ഒന്നുകൂടി പറയടി, എൻ്റെ കൈ പൊക്കാൻ നീ ഒന്നുകൂടി പറയടി എന്ന് പറയണ്ട. അത് കേൾക്കുന്ന യാമിനി തൻ്റെ മുഖത്തുള്ള മുഖംമൂടി അഴിക്കുകയാണ്. നീയാണെന്ന് എനിക്ക് മനസ്സിലായി, നീ സ്കൂളിൽ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ നിന്ന് നീ ഒളിച്ചോടുകയാണോടി ചെയ്തത്, അപ്പോൾ അമ്മയ്ക്ക് എങ്ങനെ ഞാനാണെന്ന് മനസ്സിലായി, എൻ്റെ മകളെ എനിക്ക് മനസ്സിലാവുമല്ലോ, ഇന്നേ ദിവസം നീ എത്താതിരിക്കില്ലല്ലോ, ഇന്ന് വിശേഷപ്പെട്ട ദിവസമല്ലേ, എൻ്റെ ഗൗതമിൻ്റെയും എൻ്റെ ഏട്ടത്തിയുടെയും ഒരുമിച്ച് കണ്ടുമുട്ടിയ ദിവസമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ഈ വാക്കുകൾ കേട്ട് എല്ലാം കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് നിർമ്മലയും കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ ശിവാനിയാണ് കാണിക്കുന്നത്. ശിവാനി പ്രണവിൻ്റെ അടുത്തോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു തകൃതിയായുള്ള വിഭവങ്ങൾ ഒരുക്കുന്നത് കാണുമ്പോൾ ശിവാനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ പ്രണവിനോട് ചെന്നിട്ട് പറയാണ്, പ്രണവ് ഇന്ന് നമുക്കുള്ള ഭക്ഷണം വല്ല ഹോട്ടലിൽ ബുക്ക് ചെയ്യണം, അതെന്താ ഇന്ന് ഇവിടുത്തെ അടുക്കള പുകയില്ലേ എന്ന് പ്രണവ് ചോദിക്കുമ്പോൾ അടുക്കള പുകയാഞ്ഞിട്ടല്ല, ഇവിടുത്തെ കാട്ടിക്കൂട്ടൽ കണ്ട ദേഷ്യം പിടിക്കാത്തവർക്കും ദേഷ്യം പിടിക്കും. അത് കേൾക്കുന്ന പ്രണവ് പറയാ, അതെന്താ ഇന്ന് നിധിയും ഗൗതമും കണ്ടുമുട്ടിയ ദിവ്യ ദിവസം മാത്രമേ, എന്താ നീ പറഞ്ഞത്, അതെ ആ ദിവ്യ ദിവസം മാത്രമേ, അതുകൊണ്ട് ഇവിടെ ഒരു സദ്യ തന്നെ ഒരുക്കിയിരിക്കുന്നു, പാലും പ്രഥമനും പഴവും ഒക്കെയായുള്ള ഒരു സദ്യ. അത് കേട്ട ഉടൻ തന്നെ അങ്ങ് പ്രണവ് പറയാം, അതിനെന്താ പ്രശ്നം, അതിന് തന്നെ നമുക്ക് ഹോട്ടലിൽ വല്ല ഭക്ഷണം ബുക്ക് ചെയ്യാം. അത് കേൾക്കുന്ന പ്രണവിന് അങ്ങ് ദേഷ്യം പിടിച്ച പ്രണവ് പറയണേ, ഞാനൊരു കാര്യം പറയട്ടെ, എന്നും ഈ വീട്ടിൽ എന്താ ഭക്ഷണം ഉണ്ടാക്കാറ്, സാധാ ഭക്ഷണം, ആ ഭക്ഷണത്തിൽ രണ്ട് മൂന്ന് വിഭവങ്ങൾ കൂടി എന്ന് കരുതിയിട്ട് എന്താ പ്രശ്നമുള്ളത്, ഒരു പ്രശ്നവുമില്ലല്ലോ, അങ്ങനെ ഒരു ദിവസമാണെന്ന് കരുതി താൻ ആ ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് ശിവാനിയോട് പറയുന്നു കേട്ടോ. ഇത്
ഇത് കേൾക്കുന്ന ശിവാനിയോട് എങ്ങനെ വാലെത്ര കൊണ്ടുപോയിട്ട് കുഴലിട്ടാലും നേരാവാത്ത സൈസല്ലേ, അതിനോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നിങ്ങനെ പ്രണവിനെ കുറിച്ച് പറയുന്നു കേട്ടോ. പക്ഷെ പ്രണവ് അതിനൊരു വില കൊടുക്കാതെ അവിടെ നിന്ന് പോകുമ്പോൾ ഇതിനൊരു പണി കൊടുക്കണം. അവൾ അങ്ങനെ സദ്യയും അങ്ങനെ ഇതൊന്നും വെച്ച് ഇലയൊക്കെ ഇട്ട് ചോറും ഇട്ട് ഉരുട്ടി തിന്നണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഇങ്ങനെ വായിൽ തോന്നിയത് വിളിച്ച് പറഞ്ഞിട്ട് വസുന്ധരയ്ക്ക് വിളിച്ച് നോക്കണം കേട്ടോ. ഇത് വസുന്ധരാതി എന്നെ കൈകാര്യം ചെയ്യണം, ഇതെങ്ങനെയെങ്കിലും കുളമാക്കണം എന്ന് കരുതി വസുന്ധരയ്ക്ക് ഒരുപാട് തവണ വിളിക്കുമ്പോൾ ഈ ആൻറ്റി ഇങ്ങനെയാണ്, ഒരു ആവശ്യഘട്ടത്തിൽ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, അതാണ് ഈ ആൻറ്റിയുടെ പ്രശ്നം എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട്. പക്ഷേ എടുക്കുന്നില്ല. എന്നാൽ ജ്യോതി ആൻറ്റിക്ക് വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞ് ശിവാനി ജ്യോതി ആൻറ്റിക്ക് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ജ്യോതിക്ക് ഒരുപാട് തവണ വിളിക്കുകയാണ്. ഇവർ രണ്ടുപേരും എവിടെ പോയി കിടക്കുകയാണ്, ഒത്തിരി തവണ വിളിച്ചിട്ട് ഇവർക്ക് എന്താ ഫോൺ എടുക്കാൻ കഴിയാത്ത എന്ന ആ ദേഷ്യത്തിൽ ഇങ്ങനെ ശിവാനി പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ വാക്കുകൾ അവിടെ വെറുതെ പറയാന്നല്ലാതെ തന്നെ കൊണ്ട് ഒന്നിനും കഴിയുന്നില്ല. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ പാറു ഇങ്ങനെ പപ്പടത്തെ കുറിച്ചിട്ടുള്ള ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഈ നിർമ്മല ഇങ്ങനെ പൊരിക്കുമ്പോൾ പാറു പറയണേ, എൻ്റെ മകന് ഗൗതം പപ്പടത്തിൻ്റെ പൊരിക്കുന്ന മണം കേട്ട് അവന് ഓടി വരും കുഞ്ഞിലെ, എന്നിട്ട് ഒരുപാട് പപ്പടം ഇങ്ങനെ ചുട്ടത് ഇങ്ങനെ പൊരിച്ചത് ഇങ്ങനെ ഒരുപാട് കഴിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന നിർമ്മല പറയണേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ പാറുവിന് എനിക്ക് എന്നോട് ദേഷ്യം തോന്നുക, അത് കേട്ട ഉടൻ തന്നെ എന്താണെന്ന് ചോദിക്കുകയാണ്. അല്ല ചെറുപ്പം മുതലേ ഗൗതം നിന്നെ പാറു എന്നാണ് വിളിച്ചത്, അത് കേട്ട ഉടൻ തന്നെ വേണ്ട വേണ്ട വല്ലാതെ അടുത്ത് പെരുമാറുമ്പോൾ നീ എൻ്റെ തലയിൽ കയറി കൊത്താൻ ശ്രമിക്കണ്ട എന്നിങ്ങനെ പാറു പറഞ്ഞ ഉടൻ തന്നെ അല്ല ഞാൻ നിൻ്റെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, നിന്നെ അവൻ പാറു എന്ന് വിളിക്കാൻ പാടില്ല, അമ്മ എന്ന് വിളിക്കണം എന്ന് നിർമ്മല പറയാണ്. അത് കേട്ട ഉടൻ തന്നെ എൻ്റെ മകൻ എന്നെ എന്ത് വിളിക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും യാമിനി അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ യാമിനി പറയണത് അതൊരിക്കലും നടക്കാത്ത കാര്യമല്ല, ഏട്ടൻ എത്ര പറഞ്ഞാലും ഏട്ടൻ അമ്മയെ പാറു എന്നേ വിളിക്കുള്ളൂ, അമ്മ എന്ന് വിളിക്കില്ല, ഞങ്ങളെല്ലാം ശ്രമിച്ചതാണെന്ന് പറയുമ്പോൾ ആഹാ നീയാണോടി തീരുമാനിക്കുന്നത്, എൻ്റെ മകൻ ഞാനിപ്പോൾ പറഞ്ഞ ഈ നിമിഷം അവൻ എന്നെ അമ്മ എന്ന് വിളിക്കും, ഒരിക്കലും അവൻ എന്നെ പാറു എന്ന് വിളിക്കില്ല, നോക്കണം എനിക്ക് കാണണം എന്നൊക്കെ പറയുമ്പോൾ ഗൗതമിൻ്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നു കേട്ടോ. അത് കേട്ട ഉടനെ ഏട്ടൻ വന്നു, അമ്മ വാ എന്ന് പറഞ്ഞിട്ട് ഏട്ടനെ സ്വീകരിക്കാൻ യാമിനി ഓടിച്ചെല്ലാണ് കേട്ടോ. അങ്ങനെ യാമിനിയെ കണ്ട ഉടനെ തന്നെ ഗൗതം പറയണേ, ആഹാ നീ എത്തിയടി എൻ്റെ കുഞ്ഞനുജെത്തി, അവളെത്തിയിരിക്കുന്നു, അപ്പം നിന്നെ നിധി വിളിച്ച് പറഞ്ഞിരിക്കുന്നു അല്ലേ, നാത്തൂനും ചെയ്തു വെച്ച പരിപാടിയാണ്, പരീക്ഷ വരും പോവും, അതൊക്കെ എത്ര വിഷയമാക്കണോ എന്ന് യാമിനി പറയുന്നുണ്ട്. ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും ഇന്നത്തെ ദിവസം അത് ദിവ്യ ദിവസം എന്ന് തന്നെ പറയാം, അങ്ങനെയാണല്ലോ പറഞ്ഞു കേട്ടത്, ആ അത്യപൂർവമായ ആ ദിവസം ഞാനെന്തിനാ മിസ് ചെയ്യുന്നത്, ഇവിടെ ഇങ്ങനെ അടിച്ചു പിടിക്കുമ്പോൾ എനിക്ക് ഈ ഹോസ്റ്റലിൽ കഞ്ഞിയും പയറും കുടിക്കേണ്ട ആവശ്യമില്ല, അതിനൊന്നും ആവശ്യമില്ല, എൻ്റെ ഏട്ടനെ സർപ്രൈസ് ഒരുക്കുമ്പോൾ ആ സർപ്രൈസ് ഞാനും കൂടി പങ്കുചേരണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം എന്തായാലും എൻ്റെ ഏട്ടൻ ഇന്ന് ഏട്ടത്തിയെ കണ്ട ദിവസമല്ലേ, അപ്പോൾ സർപ്രൈസുമായി വന്ന സ്ഥിതിക്ക് നമുക്ക് ചേച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം, എന്ത് സർപ്രൈസ് എന്ന് പാറു ചോദിക്കുകയാണ്. അതെ ഈ ഒരു സദ്യ ഇവിടെ ഇങ്ങനെ വിളമ്പണം, അത് വിളമ്പുമ്പോൾ ഏട്ടത്തിക്കുണ്ടാവുന്ന സന്തോഷം ഉണ്ടല്ലോ, വരുമ്പോൾ കാണുന്ന ആ ഒരു സന്തോഷം, എടി ഇതൊക്കെ ഏട്ടത്തി പറഞ്ഞിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് ഇവിടെ പാറു ഇങ്ങനെ പറയണം കേട്ടോ. അത് കേട്ട യാമിനി പറയണം, ഏട്ടത്തി പറഞ്ഞിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്, അത് ശരി തന്നെ, പക്ഷേ ഏട്ടത്തി പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ ഇലയിട്ടിട്ടില്ലല്ലോ, ഏട്ടത്തി അത് പറഞ്ഞിട്ടില്ലല്ലോ, ഇലയിട്ട് അതിൽ വിഭവങ്ങളൊക്കെ ഒരുക്കി ഏട്ടത്തി കയറി വരുന്ന സമയത്ത് ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമില്ല. അപ്പോൾ ഗൗതം പറയണം അത് ശരിയാണ്, അത് നല്ലൊരു കാര്യം തന്നെ, അപ്പോൾ നമുക്ക് ഇലയിടുക എന്നൊക്കെ പറഞ്ഞാൽ അവർ ഇലയിട്ട് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഗൗതം പറയുന്നുണ്ട് 12 മണിയോടുകൂടി നട അടക്കും, അവളെ കാണുന്നില്ലല്ലോ, 1 മണി ആയി തുടങ്ങിയല്ലോ എന്ന് ഗൗതം പറയുന്നുണ്ട്, അവളൊരു പക്ഷെ പോന്നിട്ടുണ്ടാവും, അമ്പലം ഇത്ര ദൂരെ ഒന്നുമല്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനിടയ്ക്കാണ് പാറുവിൻ്റെ ഫോൺ അടിക്കുന്നത്. അപ്പോൾ തന്നെ പാറു ഓടിച്ചെന്ന് ആ ഫോൺ എടുക്കുമ്പോൾ ഇത് പൂജാരിയാണല്ലോ എന്ന് ജ്യോത്സ്യനാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ്. എന്താ ഈ സമയം വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അല്ല നിധി ഇന്നലെ ഗൗതമിൻ്റെയും നിധിയുടെയും പേരിൽ ഒരു പൂജ ചെയ്തിരുന്നു, ആ പൂജയുടെ പ്രസാദം മേടിക്കാൻ നിധി ഇവിടെ എത്തിയില്ല, എന്താ ഈ പറയുന്നത്, അത് രാവിലെ നിധി അവിടോട്ട് വന്നതാണല്ലോ, പിന്നെ എത്തിയില്ലെന്നോ, നിധി ഇവിടെ എത്തിയില്ല, അത് പറയാനാണ് ഞാൻ വിളിച്ചത്, നിധിയെ കാണാനില്ല, ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല, വെറുതെ പറയില്ല. അപ്പോഴേക്കും ഗൗതം ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് ഗോൾസിനോട് കാര്യങ്ങൾ തിരക്കാണ്. നിധി ഇതുവരെ വന്നിട്ടില്ല, ഇല്ല വന്നിട്ടില്ല, പ്രസാദം വാങ്ങാൻ ഇതുവരെ ആരും വന്നിട്ടില്ല, എന്നോട് പറഞ്ഞതാണ്, നട അടച്ചിട്ട് ഒത്തിരി സമയമായി, പക്ഷേ ഈ പ്രസാദം കൈപ്പറ്റിയിട്ടില്ലല്ലോ, പൂജ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഗൗതമിന് പേടിയാവാണ്. അങ്ങനെ ഗൗതം ഇത് വരുന്നു ഞാനെന്ന് പറഞ്ഞിട്ട് ഗൗതം അവിടെ നിന്ന് ഇറങ്ങണം. അപ്പോഴേക്കും നിർമ്മല എൻ്റെ കുഞ്ഞിനെ എന്താ പറ്റിയത് എന്ന് നിർമ്മല ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പാറു പറയണേ നമുക്ക് 2 പേർക്കൊന്ന് പോയി നോക്കാമെന്ന് പറയണം. അങ്ങനെ അവർ അമ്പലത്തിലോട്ട് പോകണം. അമ്പലത്തിൽ ചെല്ലുമ്പോൾ ജോത്സ്യൻ അവിടെ കാത്തു നിൽപ്പുണ്ട്, പൂജാരിയും ഉണ്ട്. അപ്പോൾ ജോത്സ്യനോട് ചോദിക്കുകയാണ്, ഗൗതം എന്താ എൻ്റെ നിധി ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലേ, ഇല്ല വന്നിട്ടില്ല, ഇന്ന് രാവിലെ മുതൽ വന്നിട്ടില്ല. അപ്പോൾ പൂജാരിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കാണാഞ്ഞിട്ടായിരിക്കും, അങ്ങനെ അവൾ കാണാതിരിക്കില്ലല്ലോ, അവൾ പറഞ്ഞ പൂജയാണ്, ഇന്നലെ രാത്രി അവൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ ഈ പൂജ ചെയ്യിപ്പിക്കുന്നത്, പിന്നെ അവൾ പ്രസാദം മേടിക്കാതെ പോയില്ലല്ലോ. അപ്പോഴേക്കും ഗൗതം പറയുന്നത് CCTV ഇല്ലേ, CCTVയിലൊന്നും എനിക്ക് പരിശോധിക്കണമെന്നും അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ.
പിന്നീടാണെങ്കിൽ ഇവരാകെ ടെൻഷനാവാണ്. നിധി എങ്ങോട്ടാണ് പോയതെന്ന് അറിയാതെ എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും ശിവാനിയാണ് കാണിക്കുന്നത്. ശിവാനി പ്രണവിനോട് വന്ന് പറയാണ്, നിധിയെ കാണാനില്ലത്രേ. ഇന്ന് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു സദ്യയൊക്കെ ഒരുക്കി നിധി എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല. അത് കേൾക്കുന്ന പ്രണവ് പറയും, താൻ എന്താടോ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യം തന്നെ. നിധിയെ കാണാനില്ല. നിധി എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് അറിയാൻ വയ്യ. അവൾ അതിന് മാത്രം ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. എന്തിന് ഈ CKC, അതുപോലെ CKCയുടെ ഭാര്യ ജ്യോതി ആൻറ്റി, അതുപോലെ ഇവിടുത്തെ വസുന്ധരേൻ്റെയും പകക്ക് യാതൊരു കുറവില്ലാത്ത ആളാണ്. വസുന്ധരേൻ്റെയും കണക്കിന് കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആരുടെയൊക്കെ കയ്യിൽ നിന്നാണ് പണി കിട്ടിയിരിക്കുന്നത് അറിയാൻ കഴിയില്ല. അവളെ ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് പറയാനും കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രണവ് എന്തൊക്കെയോ മനസ്സിൽ കുറിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ഒരു സീനാണ് ഇന്നത്തെ എപ്പിസോഡ് വന്നിരിക്കുന്നത്.